ആർക്കാണ് കൂടുതൽ ദേഷ്യം പെട്ടെന്ന് വരിക? എന്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പത്തേക്കു ഒച്ച ഞാൻ കൂടിപ്പോ ഭയങ്കര ഒച്ചത്തിലാ സംസാരിക്കും. ഏച്ചി ഉണ്ടെങ്കിൽ ഒന്നുമില്ല, ബാക്കി ഏച്ചി ആക്കിക്കോളും. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അമ്മേനെയല്ല പേടി, എന്നോടും അല്ല പേടി, ഏച്ചീനെ. ഇവരെന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവര് ഏകദേശം ഇവർക്കെല്ലാം പറയാം, ഏച്ചീനോടെല്ലാം പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 8ാം ക്ലാസ്സിലേക്കാണ്, മൈൻഡ് പല ഇതിലേക്ക് മാറും മക്കളെ മനസ്സൊക്കെ. അപ്പോൾ അവൾക്ക് അതെല്ലാം പറയാം ഏച്ചീനോട്. എന്നോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഏച്ചീനോട് ഷെയർ ചെയ്യാം. അതുകൊണ്ട് അവനെന്ത് ഏച്ചിയാണ്, അവൻ്റെ പേഴ്സിലുള്ള ഫോട്ടോ അടക്കം ഏച്ചിയാണ്. ആരാകാനാണ് മക്കൾക്ക് കൂടുതൽ ആഗ്രഹം? ഒരാൾക്ക് ഡോക്ടർ, എനിക്ക് എഞ്ചിനീയർ, പൈലറ്റ് ആയിരുന്നു. അതിനിപ്പോൾ ചെറിയൊരു മാറ്റം. ആർക്കാ പൈലറ്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായത്? എന്താ മാറ്റി? എന്താ പെട്ടെന്ന് ഒരു തവണ കൂടെ വരുമ്പോഴത്തേക്ക് വേറെ അത് ഞാൻ മാറ്റിയതാ. ഇവിടെ ഡോക്ടർ മാറും. ഇനി നീറ്റ് ചെയ്താതെ പഠിക്കാതെ ഡോക്ടർ ആവാൻ പറ്റുമോ എന്നുള്ളതാണ്. ആ ടേബിളിന്റെ അടിയിൽ ഫസ്റ്റ് നമ്മൾ ടേബിൾ വാങ്ങിയ സമയത്ത് അതിന്റെ അടിയിൽ ഓന്റെ മോതിരം അത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എനിക്ക് അറിഞ്ഞുകൂടാ, അതെങ്ങനെ അതിനുള്ളിൽ പോയി, അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഇപ്പൊ സ്കൂളിൽ തന്നെ പോയിട്ട് ഫസ്റ്റ് തന്നെ പോയിട്ട് ഇപ്പൊ എന്തൊക്കെയോ പോയില്ലേ, എന്തൊക്കെയോ അങ്ങനെ പോയ സമയത്ത് എല്ലാം കൊണ്ടച്ച് കളഞ്ഞ് ഓനെന്നെ ചെയ്യും. പക്ഷെ എന്തോ അബദ്ധം പറ്റും. പൊതുവെ ഈ റീൽ ആൻഡ് റിയൽ എന്ന് പറയില്ലേ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതല്ല ശരിക്കുള്ള ജീവിതം എന്ന് പറയാറുണ്ട്. അപ്പോൾ പൊതുവെ കമന്റ്സ് വരുമ്പോൾ നിങ്ങൾ ഇത്ര കൂട്ടാണോ എന്ന് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവില്ല. പക്ഷെ എനിക്ക് നേരിട്ട് വരുമ്പോഴാണ് ഇവർ ഭയങ്കര കണക്ഷനാണ് ചേച്ചിയായിട്ട് എനിക്ക് മനസ്സിലാവണേ. എനിക്ക് ഇളയ ആളാണ് ഭയങ്കര കമ്പനിയും തോന്നുന്നു. ഈ ഇടക്കിടക്ക് വന്നിട്ട് അമ്മയെടുത്ത് ഇതിൽ കുശു ഒക്കെ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഓടി വന്ന് കാര്യങ്ങൾ പറയുന്നത് ആളാണോ ശരിക്കും? അതെ. ആണോ? പറഞ്ഞോ. ആണോ? അമ്മയെടുത്ത് വന്ന് എല്ലാ കാര്യം പറയോ? എല്ലാ കാര്യമല്ല, എന്തേ പറ്റിയിട്ടുണ്ടെങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടേ, അച്ഛൻ എന്തേലും ചെയ്യുമെന്ന് പറഞ്ഞു. അവന്റെ അമ്മേനോട് പറയും, അങ്ങനെയെങ്കിലും സൈഡാക്കും. അതുകൊണ്ട് എനിക്കൊന്ന് അമ്മയായിട്ടാണ്, അച്ഛനെക്കാട്ടും കൂടുതൽ ഇപ്പൊ കറക്റ്റ് അമ്മയായിട്ടാണ് തോന്നുന്നല്ലേ കൂട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും? ചേച്ചിയായിട്ട്. ചേച്ചി ഫാനാണ്. ചേച്ചിനെ ശരിക്കും മിസ് ചെയ്തല്ലേ? ചേച്ചി കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ചേച്ചിനെ കൂട്ടി ഇന്റർവ്യൂ ആയിരുന്നു. ചേച്ചി എങ്ങനെ ഇതുപോലെ ഭയങ്കര ബോൾഡായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമോ ചേച്ചി? ഏച്ചി ഇല്ലാത്തോണ്ട് ഈ വീട് സൈലന്റ് ആണ്. ഏച്ചിയാണ് ഈ വീട്ടിലെ സ്പീക്കർ. ഓക്കെ, ആളെ ഞാൻ മിസ് ചെയ്തു. ചേച്ചി എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്? അങ്ങനല്ല, ഞങ്ങള് കമ്പനി അങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞങ്ങളെല്ലാം ഷെയർ ചെയ്യും, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. നല്ല കമ്പനിയാണ്. പെട്ടെന്ന് ഒരു ചേച്ചിനും കൂടെ കിട്ടിയല്ലേ നിങ്ങൾക്ക്? അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്, എല്ലാം പറയാൻ വേണ്ടിട്ട് ഒരു ചേച്ചിക്കുട്ടിയെ കൂടെ കിട്ടിയത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര കമ്പനിയാ, അമ്മയായിട്ട് ഭയങ്കര കമ്പനിയാ. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗെയിം കൊണ്ടുവന്നയാ, മമ്മി ആൻഡ് മീ. അപ്പൊ അമ്മയോട് ചോദിക്കും നിങ്ങളെ കുറിച്ച്, അപ്പൊ അമ്മ പറയും ഇതിൽ ആരാണ്. ഓക്കെ, അമ്മക്ക് എത്രത്തോളം നിങ്ങളെ അറിയാന്ന് എനിക്ക് നോക്കണം. ഓക്കെ, അത് ശരിയല്ലെങ്കിൽ പറയണം, ഇത് ശരിയാണെങ്കിൽ അത് എന്തുകൊണ്ടാന്നും പറഞ്ഞു തരണം ചേച്ചിക്ക്. ഓക്കെ, റെഡിയാണോ? അപ്പൊ ചോദിക്കട്ടെ അമ്മയുടെ. ഓക്കെ, വീട്ടില് ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്നത് ആർക്കാണ്? അമ്മയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അച്ഛന്റെ കയ്യിൽ നിന്ന്? ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടുന്നത് ആർക്കാണ്? അമ്മ. അമ്മ പറയട്ടെ, ശരിയാണോ? സിദ്ധുവാണോ വഴക്കിട്ടാ? മൂത്താള് നല്ല നല്ല കുട്ടിയാണോ? വഴക്കൊന്നും കിട്ടില്ല? കിട്ടും, പക്ഷെ കൂടുതൽ കിട്ടും. ശരിയാണോ? എന്തിനാ വഴക്ക് കിട്ടണേ? അത് ശരി. അതെന്താന്ന് വെച്ചാല് എന്തെങ്കിലും ഒരു സാധനം ഇപ്പം ആ ടേബിളിന്റെ അടിയിൽ ഫസ്റ്റ് നമ്മൾ ടേബിൾ വാങ്ങിയ സമയത്ത് അതിന്റെ അടിയിൽ ഓന്റെ മോതിരം അത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എനിക്ക് അറിഞ്ഞുകൂടാ, അതെങ്ങനെ അതിനുള്ളിൽ പോയി, അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഇപ്പൊ സ്കൂളിൽ തന്നെ പോയിട്ട് ഫസ്റ്റ് തന്നെ പോയിട്ട് ഇപ്പൊ എന്തൊക്കെയോ പോയില്ലേ, എന്തൊക്കെയോ അങ്ങനെ പോയ സമയത്ത് എല്ലാം കൊണ്ടച്ച് കളഞ്ഞ് ഓനെന്നെ ചെയ്യും. പക്ഷെ എന്തോ അബദ്ധം പറ്റും. നമ്മളെ സിനിമയിലൊക്കെ ഇല്ലേ മറ്റേ ജഗദീഷിന് ആ ഒരു റോളാ. പക്ഷെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെ റൂമിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ പിന്നെ അടുക്കളയിലോട്ടോ റൂമിലോട്ടോ പോയാൽ ആരും ശ്രദ്ധിക്കൂല. പക്ഷെ ഞാൻ വിളിക്കൂ, സിദ്ധു എന്ന് വിളിക്കൂ. അപ്പൊ ഞാൻ മനസ്സിലായിനോട് എനിക്കറിയാം എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടാവും, ഉള്ളതായിരിക്കും. അത് ബാത്റൂമിന്റെ ഡോറ് പൊട്ടി അല്ലെങ്കിൽ ഒറ്റ വലിച്ചപ്പോ അതങ്ങനെയായി. അങ്ങനെയുള്ള ചെറിയ 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 കുസൃതികളൊക്കെ ചെയ്ത് വഴക്കൊക്കെ കിട്ടും. കൂടുതൽ വഴക്കൊക്കെ കിട്ടിയിട്ട് അമ്മേനെ സോപ്പിടാൻ പോവോ? വിണ്ടിപ്പിക്കാൻ വേണ്ടി പോവോ? എങ്ങനെയാ?
അമ്മ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അമ്മേനെ ഓക്കെ ആക്കി എന്താ ചെയ്യാ? അല്ല അങ്ങനെയൊന്നുമില്ല, അമ്മ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും. ആ, അമ്മ പെട്ടെന്ന് ഓക്കെ ആവും. എന്നിട്ട് വേണം അടുത്ത കുസൃതി നമുക്ക് കാണിക്കാം അല്ലേ? ഓക്കെ, അടുത്ത് ചോദിക്കട്ടെ. അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് കഴിച്ചിട്ട് ആരാണ് അമ്മ അടിപൊളിയായിട്ട് ഉണ്ടാക്കി എന്ന് പറയുന്ന ആരാ? അമ്മ പറയും. പറയും. ആണോ? അമ്മ പറ, ശരിക്കും പറയണം. ഇതിലാരാ? രണ്ടാളും പറയലുണ്ട്. ഇവനും പറയലുണ്ട്, ഇവരും പറയുന്നുണ്ട്. ഞാൻ എല്ലാം ഒന്നും ഉണ്ടാക്കിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ചിക്കനൊക്കെ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവും. ആ സമയത്ത് രണ്ടാളും പറയും, കുറ്റങ്ങളൊന്നും പറയൂല, പറയില്ല. ഓക്കെ എന്നറിയും. പറയൂ. പിന്നെ തീരെ നന്നില്ലാത്ത എന്ത് അമ്മ ഇതെന്താ ഒരു ഇതില്ലാലോ അങ്ങനെ പറയും. പറയൂ. അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? ചിക്കൻ കറി. ചിക്കൻ കറി. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ചിക്കൻ കറിയാണ്. ഇവിടെയാ സാമ്പാർ. സാമ്പാറും. സാമ്പാറിലെ അച്ഛനാണോ അമ്മയാണോ നന്നായിട്ട് കുക്ക് ചെയ്യാ? ആ, അച്ഛന്റെ ഏതാ ഫുഡ് ഇഷ്ടം? ഫേവറേറ്റ് ഫുഡ് ഏതാ? അച്ഛന്റെ സാമ്പാർ. സാമ്പാർ. സാമ്പാറാണ്. അച്ഛന്റെ സാമ്പാറാണോ അമ്മയുടെ സാമ്പാറാണോ? അതൊന്നുമില്ല. എനിക്ക് സാമ്പാർ കിട്ടിയാ മതി. സാമ്പാറാണ് ഇഷ്ടം തോന്നുന്ന ആൾക്ക്. ഓക്കെ, അടുത്ത് വയ്ക്കട്ടെ. രാവിലെ എഴുന്നേക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ളത് ആരാണ് അമ്മ ഈ കൂട്ടത്തില്? അമ്മ പറയട്ടെ. ആണോ? മൂത്ത ആൾക്കാണ് മടി. ഇവനെ വിളിച്ച് അപ്പം എണീറ്റ് വരും. ഇവനെ പിന്നും പോണം, മുകളിലെ റൂമിലാ കിടക്കുക, അപ്പൊ പിന്നും പോണം വിളിക്കാൻ വേണ്ടിട്ട്, എന്നാലും എണീറ്റ് വരും. എഴുന്നേക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് ഈ കറക്റ്റ് സമയത്ത് ഉറങ്ങാ, കറക്റ്റ് സമയത്ത് എഴുന്നേക്ക, അങ്ങനെ ഒരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്, ഉണ്ടാവലുണ്ട്. പക്ഷെ സ്കൂളുള്ള കളി ഇന്ന് 3:30 എണീച്ചു. അത് കളി കാണാൻ വേണ്ടിട്ട് എനിക്ക് പ്രാന്താണ്. ടീം വേറെ വേറെ വീട്ടിൽ തന്നെ 2 ടീമാട്ടോ. ഭയങ്കര നല്ലതായിരിക്കും. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു മത്സരം ഉണ്ട്, സോ അതിന് പോവാൻ വേണ്ടി നിക്കാം. ഓക്കെ, അമ്മ വഴക്ക് പറയുമ്പോ അച്ഛന്റെ അടുത്ത് പോയി പരാതി പറയാറുള്ളത് ആരാ ഈ കൂട്ടത്തില്? ഞാൻ പറയും. പറയലൊന്നുമില്ല. ഇല്ല, പരാതി പറയാനുള്ള വഴക്കൊന്നും കേൾക്കലില്ല. കേൾക്കാറില്ല. എന്തേലൊക്കെ ചെറുതായിട്ട് അമ്മ ചീത്ത പറയാം, അതൊന്നും പറയാനൊന്നും ഉണ്ടാവില്ല. ഇനി നോക്കുമ്പോ അച്ഛനെക്കാട്ട് കുറച്ച് കുറവ് വഴക്ക് പറയുന്നത് ഇവിടെ ആയിരിക്കും ചിലപ്പോ. അതുകൊണ്ട് സമാധാനാണ്. അമ്മയുടെ വഴക്ക് പറഞ്ഞാൽ അമ്മയുടെ തന്നെ തീർക്കും. നല്ല കുട്ടികളാണ്, അങ്ങനെ വഴക്ക് പറയേണ്ട വലിയ കുസൃതികളൊന്നും രണ്ടുപേരും എവിടെ പോയാലും അവരെ പറ്റി ഒന്നും കേൾക്കൂല. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഇത്. ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലാക്കുകയാണെങ്കിലും ഏത് വീട്ടിലാക്കുകയാണെങ്കിലും ഓൽക്കൊക്കെ എങ്ങനെയൊക്കെ മക്കൾ ഇങ്ങനെയൊക്കെ ശീലങ്ങൾ ഉണ്ടില്ലേന്ന് അങ്ങനെയുള്ള ഒരു അഭിമാനിക്കാനുള്ള നിമിഷം എനിക്ക് ഉണ്ടാവലുണ്ട് എപ്പോഴും. അപ്പൊ ഇങ്ങനെ ഫുഡ് കഴിച്ചാൽ ഇങ്ങനെ ചെയ്യൂലേ. അപ്പൊ മുട്ടായി കഴിച്ചാലും ആ കവറ്, ഞങ്ങൾ ആദ്യം ഫ്ലാറ്റിലായിരുന്നു, അപ്പൊ അവിടെ നമുക്ക് കൃത്യനിഷ്ഠ ഉണ്ടാവില്ല ഇന്ന സാധനത്തിൽ അവർ ഇവിടെ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്റെ വീട്ടിലും അങ്ങനെ തന്നെ. എനിക്കറിയുന്ന എത്രയോ മക്കളുണ്ട് അങ്ങനെയൊന്നും അറിയില്ല. ഇവിടെ വെച്ചാൽ അവിടെ കഴിക്കുക, അവിടെ ഇരിക്കുക, അതൊന്നുമല്ല. ഇവര് അങ്ങനെയൊന്നും ചെയ്യൂലെന്ന് എനിക്കും അറിയാം. ഇവരിപ്പോ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇവരങ്ങനെയാണ്. എനിക്കങ്ങനെ പരാതിയൊന്നും കേൾക്കാനില്ല. ഒരു സ്ഥലത്ത് പോയിട്ട് അവരെ കൊണ്ട് ബുദ്ധിമുട്ടായി എന്നൊക്കെ. പിന്നെ ഇയാള് കുറച്ച് ബുദ്ധിയില്ലാത്തതിനെ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാത്തോണ്ടാ, അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല കുട്ടികളാണ് രണ്ടുപേരും. ഓക്കെ, സ്കൂളിൽ പോകാൻ മടി വരുമ്പോൾ വയറുവേദന, തലവേദന ഒക്കെ പറഞ്ഞിട്ട് അഭിനയിക്കുന്ന ആരാ ഈ കൂട്ടത്തില്? സ്കൂളിൽ പോവാൻ മടിയൊന്നുമില്ല. മടിയില്ല? ആദ്യമായിട്ടാണ് ഒരു കുട്ടി സ്കൂളിൽ പോകാൻ മടിയില്ല എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഒരു കൊല്ലം എനിക്ക് ഇവിടെ ഒന്നും ഫ്രണ്ട്സ് ഇല്ല. സ്കൂളിൽ പോയാലേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും, ഓരോടിയൊക്കെ അല്ലേ. ഇവിടെ ആരും എനിക്ക് അറിയൂല. അപ്പൊ സ്കൂളിൽ പോയ ഇഷ്ടം. സ്കൂളിലെ ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞോ, അവര് കേക്കട്ടെ ഇത് കാണുമ്പോ. ഇപ്പത്തെ സ്കൂളില് നാഫിദ്, ദേവദത്ത്, നവജോത്, അങ്ങനെ ഓരോ ആൾക്കാർ. 8ാം ക്ലാസ്സിലാണ് പഠിക്കണല്ലേ? എന്റെ പേരിൽ പഠിക്കുന്ന സ്കൂൾ ഏതാ? JHS പന്തലൈൻ. അമ്മ പഠിച്ച സെയിം സ്കൂളില്. ഓക്കെ, അപ്പൊ മടിയൊന്നുമില്ല, ആള് ചെറുതായിട്ട് ഇപ്പൊ ഇല്ല, മുന്നേ ഉണ്ടായിരുന്നു അല്ലേ? മുന്നേ പക്ഷെ ഒരിക്കൽ പോലും സ്കൂളില് പറഞ്ഞയക്കാതിരിക്കലും ഇല്ല. അത്രയും റീസൺ ഇല്ലെങ്കിൽ സ്കൂളിൽ ഏറ്റവും കൂടുതൽ പ്രസന്റ് ആയിരുന്നു. ഞാൻ രണ്ടാളും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്ത് പനിയും കാര്യങ്ങളൊക്കെ വന്ന ഒരു ഡേ ഇവന് കുറച്ച് ദിവസം എന്തൊക്കെയോ പിന്നെ ഈ മറ്റേ ഇവിടെ വെണ്ടി വീക്ക വന്നു. ഈ കൈ ഒടിഞ്ഞ് പിറ്റേന്ന് തന്നെ ഞാൻ ആ സ്കൂളിൽ പോയി. ഓമ എങ്ങനെയായാലും സ്കൂളിൽ പോയി. പിന്നെ പക്ഷെ ഇപ്പം മടിയില്ല, രണ്ടുപേർക്കും മടിയില്ല. പഠിക്കാനായാലും രണ്ടുപേരും മിടുക്കനാണോ? ഓ, നമ്മള് മിടുക്കന. ഇവിടെ പേടിച്ചിരിക്കുക. LSSCT പറഞ്ഞോ? ആണോ? ഓ, അത് വലിയ സംഭവമാണ് കേട്ടോ. അത് വന്ന് കിട്ടിയവിടെ ആരെയും ആദ്യം വന്ന് പറഞ്ഞത്? സൈക്കിൾ ഓടിക്കുന്നതിന്. അപ്പൊ അമ്മ പറഞ്ഞു എന്നാ LSS കിട്ടിന്ന്. അപ്പത്തേക്ക് സൈക്കിളിട്ട് ഓടി വന്നു. ഓക്കെ, അടുത്ത് വയ്ക്കട്ടെ.
ആർക്കാണ് കൂടുതൽ ദേഷ്യം പെട്ടെന്ന് വരിക? ചേട്ടനാണ്. ആൾക്ക് തന്നെ അറിയാട്ടോ. എന്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പത്തേക്കു ഒച്ച ഞാൻ കൂടിപ്പോവും. ഭയങ്കര ഒച്ചത്തിലാ സംസാരിക്കണം. ദേഷ്യം എന്തിനാ പെട്ടെന്ന് വരിക? ഏത് ഫോനോടാണല്ലോ, വേറെ ആരോടും ഇല്ല. ആ ഓക്കെ. ഇവര് തമ്മിലുള്ള കുസൃതി, ചേട്ടനനിയൻ കുസൃതി അല്ലാണ്ടില്ല. ഏച്ചി ഉണ്ടെങ്കിൽ ഒന്നുമില്ല, ബാക്കി ഏച്ചി ആക്കിക്കോളും. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അമ്മേനെ അല്ല പേടി, എന്നോടും അല്ല പേടി, ഏച്ചീനെ പേടി. ആള് തന്നെ പറയുന്നു ഏച്ചീനെ പേടി. അപ്പൊ പേപ്പർ കിട്ടിയാൽ കാണിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏച്ചീനെയാ. ഇവനെന്തെങ്കിലും ഏച്ചി പറഞ്ഞാലും നീ ചെയ്യുമോ എന്ന് ചോദിക്കും. അച്ഛൻ പറഞ്ഞാലും ഓ ഞാൻ ചെയ്യും, അമ്മ പറഞ്ഞാൽ ഓ ഞാൻ ചെയ്യുന്നത്. ഏച്ചി പറഞ്ഞാലും ചെയ്യും, ഇല്ല ചെയ്യും. ഇവരെന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവര് ഏകദേശം ഇവർക്കെല്ലാം പറയാം, ഏച്ചീനോടെല്ലാം പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 8ാം ക്ലാസ്സിലേക്കാണ്, മൈൻഡ് പല ഇതിലേക്ക് മാറും മക്കളെ മനസ്സൊക്കെ. അപ്പൊ അവൾക്ക് അതെല്ലാം പറയാം ഏച്ചീനോട്. എന്നോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഏച്ചീനോട് ഷെയർ ചെയ്യാം. അതുകൊണ്ട് അവനെന്ത് ഏച്ചിയാണ്, അവന്റെ പേഴ്സിലുള്ള ഫോട്ടോ അടക്കം ഏച്ചിയാണ്. പക്ഷെ ഇവന് പിന്നെ അതായില്ലല്ലോ. അതുകൊണ്ട് ഏച്ചി ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും നോക്കണ്ട ഒരു കാര്യമില്ല. അത് അങ്ങനെ അക്കാര്യത്തിലൊക്കെ നമ്മൾ ഒരുപാട് ലക്കിയാണ്. കാരണം ഒരിക്കൽ പോലും ഞാൻ ദൈവം അങ്ങനെയാവുമെന്നും ഞാൻ ചിന്തിച്ചില്ല. കാരണം ഓളൊറ്റ മോളായിട്ട് എൻ്റെ കൂടെ നിന്ന ഒരാൾ, അവൾക്ക് വേറെ ഒന്നും ഷെയർ ചെയ്തൊന്നും ശീലമില്ല. പക്ഷെ ഓളാണ് എനിക്ക് തോന്നുന്നു ഇവരെയും കൂടെ ഷെയറിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മളങ്ങനെ എങ്ങനെയാന്നൊക്കെ നമ്മൾ എന്നുള്ളൊരു ചിന്ത വന്നേ. അപ്പൊ ഇവരെ ഇനിയിപ്പോ ആരെന്ത് പറഞ്ഞാലും ഓക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. നമ്മളെ ആരെന്ത് പറഞ്ഞാലും ചോദിക്കാൻ പോകും. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാ, ഭയങ്കര ബോൾഡാ. അപ്പൊ നാട്ടുകാർ ആരെന്ത് വിചാരിച്ചാലൊന്നും അവൾക്ക് നമ്മളെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. അതുകൊണ്ടായിരിക്കാം അവൾക്ക് പെട്ടെന്ന് അവള് പൊട്ടിത്തെറിക്കും. എല്ലാവർക്കും ഒന്നും അവൾ ഇഷ്ടപ്പെടൂല. കാരണം വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതാവും. കാരണം അവള് പറയുന്നത് വെച്ചാൽ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയതല്ലേ അത്. പക്ഷെ ഓളെ സ്വന്തം ആൾക്കാരെന്ന് വെച്ചാൽ അത്രയും ഭയങ്കര കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ കാര്യത്തില് ഇവര് ഭയങ്കര ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഓളങ്ങോട്ട് പറയും. എനിക്ക് നാളും ആഗ്രഹിച്ചിട്ടുണ്ടാവും സിബ്ലിങ്സ് വേണമെന്ന്. കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അടുത്ത് വയ്ക്കട്ടെ. വലുതാകുമ്പോൾ ആരാകാനാണ് മക്കൾക്ക് കൂടുതൽ ആഗ്രഹം? ഒരാൾക്ക് ഡോക്ടർ, എനിക്ക് എഞ്ചിനീയർ, പൈലറ്റ് ആയിരുന്നു. അതിനിപ്പോ ചെറിയൊരു മാറ്റം. ആർക്കാ പൈലറ്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായത്? അതെന്താ മാറ്റി? എന്താ പെട്ടെന്ന് ഞാൻ ഒരു തവണ കൂടെ വരുമ്പോഴത്തേക്ക് വേറെ അത് ഞാൻ മാറ്റിയതാ. ഇവിടെ ഡോക്ടർ മാറും. ഇനി നീറ്റ് എഴുതാതെ പഠിക്കാതെ ഡോക്ടർ ആവാൻ പറ്റുമോ എന്നുള്ളതാണ് മിടുക്കാ, കൊള്ളാലത്. ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി ഇവരോടാ ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് അമ്മയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? എല്ലാം ഇഷ്ടം. എന്നാലും ചേച്ചിയോട് പറയുകയാണെങ്കിൽ അമ്മയുടെ ഏത് കാര്യം ഏറ്റവും ഇഷ്ടം? പ്രത്യേകിച്ച് ക്യാരക്ടറൊന്നുമില്ല, എല്ലാം ഇഷ്ടമാണ്, എടുത്തു പറയാനൊന്നുമില്ല. ഇവിടെയോ? ഞാനിപ്പോ എന്ത് ചോദിച്ചിട്ടുണ്ടേലും അമ്മ പറയും ഓക്കെ. ഇപ്പൊ TV കാണണ്ടെന്ന് വെച്ചിട്ടുണ്ടേ ഓക്കെ. അതാണ് ഇഷ്ടം, ഓക്കെ പറയും അമ്മ. അച്ഛനാണെങ്കിൽ നോ പറയും, നോ. ചിലതിന് മാത്രം അച്ഛനോ പറയല്ലോ. ബാക്കിയുള്ളതിനെല്ലാം അച്ഛനസ് പറയാറുണ്ട്. എനിക്കത് രണ്ടുപേരുടെ ആഗ്രഹത്തൊത്ത് നോ പറയേണ്ട അടുത്ത് നോ, എസ് പറയേണ്ട എസ്, അങ്ങനെയാണ് രണ്ടുപേരും. പിന്നെ എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് ഇവർക്ക് അത് ഭയങ്കര കോംപ്ലിക്കേറ്റ് ആയിരിക്കും. പക്ഷെ ഞാനത് എനിക്ക് സൈഷറിനും അങ്ങനെ സൈഷറിനും പെട്ടെന്ന് എന്താ ചെയ്യാന്നുള്ളൊരു ഒരു ഉള്ള ആളാണ്. അപ്പൊ ഞാനിങ്ങനെ അതൊക്കെ അങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ചിലപ്പോൾ കൈൻ്റെ ചെറുതായിട്ടൊന്നും പറഞ്ഞായിരിക്കും. അതുകൊണ്ട് ഇതെന്താക്കും അമ്മേ, ഇതിങ്ങനെ നാളത്തേക്ക് നോക്കി ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞ ഓക്കെ ആയി. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ പോലെ ഓക്കെ ആയി. ഇവനും അങ്ങനെ തന്നെ. അത് നാളെ രാവിലെ ആകുമ്പോൾ ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതുപോലെ ആക്സെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇന്ത്യ വാക്കിൽ ഭയങ്കര ഒരു വിശ്വാസമായിരുന്നു. അപ്പൊ പിറ്റേന്ന് ആകുമ്പോഴത്തേക്ക് അത് പോയി എന്നുള്ളതാണ് പോലെ ഒരു മൈൻഡിൽ. അത് പോയില്ലെങ്കിലും അതങ്ങ് പോവും. അപ്പൊ അയ്യൊരിത് രണ്ടാക്കുണ്ട് പറഞ്ഞു കഴിഞ്ഞാല്. നിങ്ങളെ 3 പേരും ഒറ്റക്കെട്ടായി, 3 അല്ല 5 പേരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ്. അത് നിങ്ങൾ ഇത്രയും കണക്റ്റഡ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എപ്പോഴും ഈ സ്നേഹം ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ.